കാലിന് മുട്ടുവേദനയായിരുന്നു. അപ്പോൾ അങ്ങനെ ഡോക്ടറെ കണ്ടു. ഡോക്ടർ ഒരു 2 ആഴ്ചത്തോളം പിന്നെ മെഡിസിൻ ഇതൊക്കെ കൊടുത്തതായിട്ട് സർജറി ചെയ്താൽ മാറുമെന്ന് പറഞ്ഞിട്ടാണ് അങ്ങോട്ട് പോയത്. അപ്പോൾ സർജറി ചെയ്യാൻ ചെന്ന് ഡോക്ടർ പറഞ്ഞു 10-ാം തീയതി അഡ്മിറ്റ് ആകാൻ പറഞ്ഞു. ഫസ്റ്റ് 7-ാം തീയതി പറഞ്ഞു, അപ്പോൾ അന്ന് പറ്റിയില്ല. പിന്നെ 10-ാം തീയതി അഡ്മിറ്റ് ആകാൻ പറഞ്ഞു. 10-ാം തീയതി അഡ്മിറ്റ് ചെയ്ത് 12-ാം തീയതി സർജറി ചെയ്തു. 12-ാം തീയതി സർജറി ചെയ്ത് ഒരു 10-11 മണിയാകുമ്പോൾ ഐസിയുന്ന് ഇറക്കിയിട്ട് ഒരു 11-12 മണിയൊക്കെ ആകുമ്പോഴത്തേന് കാലിന് ഒരു കളർ മാറ്റും. വേദന കൊണ്ട് പിന്നെ വേദന സഹിക്കാൻ പറ്റാതെ കരയാണ്. അങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് പിന്നെ ഡോക്ടറെ വിളിച്ചു. ഒരു 3-4 മണിയൊക്കെ ആയപ്പോഴത്തേന് കാലിൻ്റെ കളറും ഇതൊക്കെ മാറാൻ തുടങ്ങി. അപ്പോൾ അങ്ങനെ ഡോക്ടറെ അടുത്ത് ഇങ്ങനെ വന്ന് പറഞ്ഞപ്പോൾ അവർ നോക്കിയിട്ട് പറഞ്ഞു കുഴപ്പമൊന്നുമില്ല, ഒരു എക്സ്റേ എടുക്കുന്ന പറഞ്ഞു. എക്സ്റേ എടുത്തു. അപ്പോൾ പറഞ്ഞു പിന്നെ സ്കാൻ ചെയ്യണമെന്ന് പറഞ്ഞു. സ്കാൻ ചെയ്യുന്ന നേരത്താണ് പറഞ്ഞത് പിന്നെ നിങ്ങൾ സ്കാൻ പുറത്തുനിന്ന് പോയി ചെയ്യട്ടെ എന്ന് പറഞ്ഞപ്പോൾ ചെയ്യാൻ പറ്റും. ചെയ്യാൻ ഇവിടെ നോക്കാൻ ഡോക്ടർമാരില്ല, പഠിക്കുന്ന ഡോക്ടർമാരേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ പുറത്തെങ്ങോട്ടും കൊണ്ടുപോയില്ല. അങ്ങനെ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയത്. മെഡിക്കൽ കോളേജ് കൊണ്ട് ചെയ്യുന്നത് അവിടെ ചെന്നിട്ടാണ് സ്കാനിങ്ങൊക്കെ ചെയ്തത്. അപ്പോഴാണ് അറിഞ്ഞത് നരമ്പ് കട്ടായിട്ടുള്ള അറിയുന്നത്, സ്റ്റാപ്ലർ ഇതിൽ അറിയുന്നത്. ഇപ്പോൾ രണ്ടാമത്തെ സർജറിക്ക് ഞാനുണ്ടായിരുന്നു. അപ്പോൾ ഡോക്ടറെ വിളിച്ചു, ഡോക്ടറോട് കാര്യങ്ങൾ ചോദിച്ചപ്പോൾ പറഞ്ഞു കാലിൻ്റെ അത് പൂർണ്ണമായിട്ടും ചലനശേഷി നഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അത് മുറിക്കാതെ എങ്ങനെ നിലനിർത്താൻ പറ്റും എന്നുള്ള ഇതാണ് നോക്കുന്നത്. കാലിൻ്റെ മസിലൊക്കെ ഇതായി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ മുറിക്കാക്കാൻ പറ്റുമെന്നുള്ള ഇതാണ്. ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ നമുക്ക് ഒന്നുമില്ല. ഇപ്പോൾ ഈ രോഗിക്കും പിന്നെ ഹസ്ബൻഡില്ല, മകൾക്കും ഇല്ല. അപ്പോൾ മകളെ കുട്ടിയാണ് ഇവന്. അപ്പോൾ ഇവർക്ക് ഈ ഓട്ട് കൂടിയിട്ട് കിട്ടുന്ന ഇതെന്നാണ് ഇപ്പോൾ ചെയ്യുന്നത്. ഇപ്പോൾ തന്നെ 2 ലക്ഷം രൂപയോളം ചിലവായി കഴിഞ്ഞു. ഇപ്പോൾ മുന്നോട്ട് ചികിത്സയ്ക്ക് പോകണമെന്നുള്ള എന്താണെന്നൊരു വഴി നമുക്കറിയില്ല. സർജറി 12-ാം തീയതി ചെയ്തത്, ഈ മാസം 12-ാം തീയതി. അന്ന് രാത്രി തന്നെ മെഡിക്കൽ കോളേജിലേക്ക് രാത്രി 10-12 കൊണ്ടുപോയി. നഷ്ടപ്പെട്ട അവസ്ഥയിലാണ്. ഇപ്പോൾ ഒരു മെഷീൻ വെച്ചിട്ട് ഇങ്ങനെ നീര് ഇതാകുമ്പോൾ അതിപ്പോൾ ഇന്നലെ 15,000 രൂപ കൊടുത്താണ്ട് മേടിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്നും പിന്നെ ഇൻഷുറൻസിൽ അവർ കിട്ടില്ല. അതൊക്കെ പൈസ കൊടുത്ത് മേടിക്കണം. അത് ഇനിയിപ്പോൾ എത്ര കാലം തുടർന്ന് ചികിത്സ വേണ്ടി വരുമെന്നൊന്നും നമുക്കറിയില്ല. പാർവതി. എൻ്റെ പേര് സജിമോൻ, ഏട്ടൻ്റെ മകൻ.